ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ്. എൻ്റെ ഗാർഡൻ വീഡിയോ ഒക്കെ മുടങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. എൻ്റെ ട്രൈപോഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കാരണം ഗാർഡൻ വീഡിയോ അങ്ങോട്ട് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗാർഡൻ വീഡിയോ മാത്രമല്ല, കുറേ നാളെ വീഡിയോസൊക്കെ ഒന്ന് ശരിക്കും ചെയ്തിട്ട് എൻ്റെ പഴയ ട്രൈപോഡിൻ്റെ കാലൊടിഞ്ഞു പോയി. അപ്പോൾ എന്നിട്ടും അനിയനൊരു കമ്പൊക്കെ വെച്ച് വടിയൊക്കെ വെച്ച് എനിക്ക് കെട്ടിയൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ തീരെ പറ്റാണ്ടായി. അങ്ങനെ കുറേ നാളായി ശരിക്കും വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയ ട്രൈപോഡാണ്. ഇതും അനിയൻ വാങ്ങി തന്നാണ് കേട്ടോ. അപ്പോൾ ട്രൈപോഡ് കിട്ടി. പിറ്റേ ദിവസം തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വാങ്ങിയ പുതിയ കുറച്ച് വൈറ്റ് ഇൻഡോർ പോട്ടാണ് കേട്ടോ. അവിടെ ഇരിക്കുന്ന സ്നേക്ക് പ്ലാന്റ് ഇരിക്കുന്ന പോട്ട്സൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരുപോലെ ഉള്ള പോട്ടൊക്കെ വെച്ച് വേറെ ഏതെങ്കിലും പ്ലാന്റ് വെക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. ഇതാകെ വല്ലാണ്ടായി. ആ പ്ലാന്റ് നിൽക്കുന്നു വലിയ ഭംഗിയില്ല. പിന്നെ പല പല പോട്ടൊക്കെ ഇപ്പോൾ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് അവിടെ ഒരേപോലത്തെ ഒരു 4 പോട്ട് വാങ്ങി. അതിൽ ഞാൻ പീസ് ലില്ലി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് വളമൊക്കെ ഇട്ട് എല്ലാത്തിനും പോട്ടിംഗ് മിക്സ്ചറൊക്കെ ഒന്ന് ഇടാനുണ്ട്. കുറേ ഞാൻ അന്ന് വെച്ച കലാത്തിയ പ്ലാന്റ്സിലൊക്കെ, കലാത്തിയല്ല ഹെലിക്കോണി, അതിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ഈ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു പറഞ്ഞിട്ടോ. എനിക്ക് മുറ്റമൊക്കെ വല്ലാണ്ട് വൃത്തികേടായിട്ട് കടലാസ് ചെടിയിലെ പൂവെല്ലാം കൊഴിഞ്ഞു പോയിട്ട് അങ്ങനെ വല്ലാണ്ട് വൃത്തികേടായി കിടക്കണം. അപ്പം ആദ്യമൊക്കെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് നേരെ റീപോർട്ടിങ്ങിലോട്ടും അറേഞ്ച്മെന്റിലോട്ടൊക്കെ പോകാം. ഞാനെന്താ ചെയ്യണേന്ന് നോക്കുക അമ്മ. നമ്മുടെ പൂച്ചക്കുട്ടൻ കണ്ടോ, ഞാൻ അന്ന് വെച്ച ഹെലിക്കോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതൊരു മാതിരി ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അനിയും പറയുന്നത് വളം ഇടാത്തതുകൊണ്ടാണ്, ഇയാൾ കൃത്യമായിട്ട് വളം ഇട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് വളമൊക്കെ ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് പോട്ടി മിക്സ്ചറൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് നേരെ അതിലോട്ട് പോകാം. അങ്ങനെ മുറ്റമൊക്കെ നടിച്ച് വൃത്തിയാക്കി കേട്ടോ. നല്ലൊരു പണിയായിരുന്നു. കാരണം ഭയങ്കര ചവറൊക്കെ ഉണ്ടായിരുന്നു. കടലാസയുടെ അപ്പോൾ നല്ല കാറ്റ് കാരണം മുറ്റടിച്ച് വരുമ്പോൾ കടലാസയുടെ പൂക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്നു പോയിട്ട് കുറച്ച് പണിപ്പെട്ടു. ഇത് ഞാൻ അന്ന് വെച്ച അഗ്ലോണിമയും ഹെലിക്കോണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഹെലിക്കോണി അല്ല, അഗ്ലോണിമയും കലാത്തിയൊക്കെ വെച്ച പ്ലാന്റ്സ് ആയിരുന്നു ആ വൈറ്റ് പോട്ടിൽ. പക്ഷെ അതെല്ലാം പോയി. കുറേ പ്ലാന്റ്സ് പോയി. ആകെ എന്തോ അതൊക്കെ അങ്ങ് ചീഞ്ഞു പോയി, കുറേ അഗ്ലോണിമയൊക്കെ. അപ്പം അതിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. അവിടെ ആകെ പൊടിയൊക്കെ പിടിച്ച് വല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഇത് സ്നേക്ക് പ്ലാന്റ് വെച്ചതായിരുന്നു കേട്ടോ അവിടെ പോട്ടിൽ. അപ്പം അതൊരു അഭംഗിയായിട്ട് പല പോട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വൃത്തികേടായിട്ടതാണെങ്കിൽ ഒരു വളർച്ചയില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരേപോലെയുള്ള വൈറ്റ് ഇൻഡോർ പോട്ടിൽ പീസ് ലില്ലി വെക്കാമെന്ന് വിചാരിച്ചു. പീസ് ലില്ലി അന്ന് അനിയൻ വെച്ചതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരു വളർച്ച ഉണ്ടായിരുന്നില്ല. അത് അതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കത് അവിടെ നിന്ന് എടുത്ത് നമുക്ക് ഈ പോട്ടിലാക്കി ഇവിടെ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര പൊടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഭയങ്കര പൊടിയും മഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊന്ന് കഴുകി നല്ലോണം കഴുകി വൃത്തിയാക്കി. കുറച്ച് പണി ഉണ്ടായിരുന്നു. പിന്നെ വരാന്തയിലൊക്കെ വെള്ളമായിട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ അന്നത്തെ ആ പീസ് ലില്ലി. നമ്മൾ ആദ്യം ഈ ഭാഗത്ത് മണ്ണിലാണ് വെച്ചിരുന്നത്. പിന്നെ അതെടുത്ത് ഒരു വളർച്ചയില്ലാതെ ഒക്കെ ചീഞ്ഞുണങ്ങിയൊക്കെ പോകുന്ന കണ്ടപ്പോൾ അതെടുത്ത് പോട്ടിലാക്കി വെച്ചു. എന്നിട്ടും അതിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതിനെ എടുത്തിട്ട് നമുക്ക് ഒരു 4-5 ഉണ്ട്. അപ്പം 4 പോട്ടിലാക്കി അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എന്നോ കുതിർത്ത് വെച്ചതാണ് ഈ ചകിരിച്ചോറ്. പക്ഷെ അതിനിടയിൽ നമ്മുടെ ട്രൈപോഡൊക്കെ കംപ്ലൈൻ്റ് ആയി. പിന്നെ ഞാൻ വീടെടുക്കാൻ അങ്ങോട്ട് മടിയായി. അപ്പം ട്രൈപോഡൊക്കെ ശരിയാകുമ്പോൾ പിന്നെ ചെയ്യാമെന്ന് കരുതി. കുറേ നാളെ ആ ചകിരിച്ചോറ് അങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട്. അപ്പം കുറേ മണ്ണൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുക്കാനായിട്ട് പോയതായിരുന്നു. സത്യം പറഞ്ഞ ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നാളിങ്ങനെ ഗാർഡൻ വീഡിയോ ചെയ്യുമ്പോഴാണ് എനിക്കൊരു ഉഷാറ്. എനിക്ക് ഏറ്റവും ഇഷ്ടവും ഗാർഡൻ വീഡിയോ ചെയ്യാനാണ്. അത്രയും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ ഗാർഡനിങ് ചെയ്യുന്നത്. എന്നെ എല്ലാവരും കളിയാക്കാറുണ്ട്, ചട്ടി കൊണ്ട് നടക്കാറില്ലേ, ഇവിടുന്ന് അടുത്ത് അങ്ങോട്ട് വെക്കാറില്ല ഇങ്ങോട്ട് വെക്കാറില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട്, ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതല്ല. ഞാൻ ഈ വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ, ഈ റീഅറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരുപാട് അങ്ങനെ ചെടികളൊന്നും പോയി നമ്മൾ വാങ്ങാറില്ല. വല്ലപ്പോഴുമാണ് നഴ്സറിയിലൊക്കെ പോയി ചെടികളൊക്കെ വാങ്ങുന്നത്. അതിൽ ഇത്തവണ ലാസ്റ്റ് വാങ്ങിയ എല്ലാ ചെടികളും
പ്രത്യേകിച്ച് കുറച്ച് അഗ്ലോണിയമൊക്കെ അതൊക്കെ അങ്ങ് പോയി. അപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അതാ നന്നായിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നനച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇത് വേറെ പൊട്ടിപ്പോരും. ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടാണ് കേട്ടോ അവിടെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ പോട്ടൊക്കെ വാങ്ങി വന്നിട്ട് അപ്പം തന്നെയാണ് കേട്ടോ ഈ പരിപാടിക്ക്. ഉച്ചയ്ക്ക് ശേഷം രാവിലെയാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് പോട്ടൊക്കെ വാങ്ങിയിട്ട് വന്നു. അത് ഇതാ വീട്ടിലെത്തി ഫുഡ് കഴിച്ചിട്ട് നേരെ ഇതാ ഉച്ചയ്ക്ക് ശേഷം ഈ പരിപാടിക്ക് ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തീരത്തില്ല. ഇന്നത് അവസാനിപ്പിക്കണം. എല്ലാത്തിനും കുറേ പൊട്ടി മിക്സറൊക്കെ ഇടാനുണ്ടായിരുന്നു, വളമൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. കുറേ നാളെ വളമൊക്കെ ചെയ്തിട്ട് അപ്പം അതൊക്കെ ചെയ്യണം. അപ്പം എല്ലാം ഒരു വൈകുന്നേരത്തിന് മുന്നേ അവസാനിപ്പിക്കണം എന്ന് കരുതി ഉച്ചയ്ക്ക് തന്നെ കഴിച്ച ഒപ്പം തന്നെ ഡ്രസ്സ് പോലും മാറിയില്ല ഞാൻ. അപ്പം തന്നെ ഇതാ ഈ ഒരു പരിപാടിക്ക് ഇരുന്നു. എന്നോട് ആരോ പണ്ടേ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചകിരിച്ചോറ് ക്യൂബിലുള്ളത് മേടിക്കരുന്ന്. പക്ഷേ എനിക്ക് ഇതാണ് കേട്ടോ നന്നായിട്ട് തോന്നിയത്. കാരണം കുറേ ഉണ്ടാവും. കുതിർത്തത് വാങ്ങുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ഇതാകുമ്പം കുറേ ഉള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ പെർലൈറ്റ്, പിന്നെ മുട്ടത്തോട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിപ്പം പൊട്ടിംഗ് മിക്സ്ചറൊക്കെ ചെയ്യുമ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്യും. മണ്ണ്, ചകിരിച്ചോറ്, പെർലൈറ്റ്, പിന്നെ മുട്ടത്തോട് പൊടിച്ചത്, ഇത്രയാണ് ഞാൻ എടുത്തത്. കുറേയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം പിന്നെ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് ഡിലേ ആവുന്നുണ്ട്, വല്ലാണ്ട് വൈകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഈ പീസിൽ വെക്കണമായിരുന്നു. പിന്നെ കുറച്ച് പ്ലാന്റ്സിലൊക്കെ പോട്ടിംഗ് മിക്സ് ഇടണം, വളം ഇടണം. പിന്നെ ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കാർപോർച്ചിൽ ജസ്റ്റ് ടർട്ടിൽ വൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും, ഭംഗി ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം സംഗതി ആകെ ലേറ്റായി. പിന്നെ രാത്രി ആവാറായി ഇത് പരിപാടിയൊക്കെ തീർന്നപ്പം. അപ്പോൾ അതിനിടയിൽ വേറെ കുറേ പ്ലാൻസ് ഒക്കെ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയായിരുന്നു. വൈകുന്നേരം ആയപ്പം തീരാറായപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ നേരം വൈകി. അപ്പം ഒരുപാട് ചിലതൊന്നും ഞാൻ കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പൊട്ടി മിക്സ് ഒക്കെ റെഡിയായി. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈറ്റ് ഇൻഡോർ പോട്ട്. ഞാൻ വേറെ ഒരെണ്ണം അവിടെ കണ്ടുവച്ചു, പക്ഷെ അത് 4 ഉണ്ടായിരുന്നല്ലോ, ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വേറെ ഈ ഡിസൈൻ ഇല്ലാത്തതാണ്, ഞാൻ പ്ലെയിൻ ഉള്ളതാണ് ഞാൻ എടുക്കാറ്. കാരണം അഴുക്കൊക്കെ ആവുമ്പോൾ ഇതിലിങ്ങനെ അറിയാൻ പറ്റും. പ്ലെയിൻ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കഴുകാനും തുടയ്ക്കാനൊക്കെ എളുപ്പമുണ്ടാവും. അപ്പോൾ അത് ഉണ്ടായിരുന്നില്ല, ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടയൊക്കെ ഉണ്ടോ നോക്കിയതാണ് കേട്ടോ. ഞാൻ വേഗം ചെയ്തു. ആദ്യമൊക്കെ ഞാൻ നല്ല സ്ലോ ആയിരുന്നു കേട്ടോ പണിയൊക്കെ ചെയ്യുമ്പം. ഇപ്പോഴും അത് തന്നെ. പക്ഷെ ഇന്നിപ്പം പെട്ടെന്ന് അവസാനിപ്പിക്കണം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേഗം ചെയ്തു. എൻ്റെ അനിയൻ എപ്പോഴും വഴക്ക് പറയും, വേഗം ചെയ്യും, എന്തെങ്കിലും സ്ലോ ആയിട്ടിരിക്കുന്നേ. മാത്രമല്ല ഈ ഒരു പണിക്ക് നിൽക്കുമ്പോൾ ഞാൻ അതിനിടയിൽ വേറെ എന്തെങ്കിലും പണിക്കും. ഇതിപ്പോൾ തന്നെ ഞാൻ ഈ ഒരു റിപ്പോർട്ടിങ്ങിന് ചെയ്യാൻ വരുന്നതിന് മുന്നേ ഞാൻ മുറ്റമൊക്കെ അടിച്ച് വരാൻ വൃത്തിയാക്കാനൊക്കെ പോയി. അങ്ങനെ കുറേ സമയം പിടിച്ചു മുറ്റമൊക്കെ അടിച്ച് വരാൻ. അങ്ങനെ കുറേ സമയം പോയി. അതാണ് എൻ്റെ ഒരു പ്രശ്നം. എൻ്റെ അനിയൻ എപ്പോഴും പറയും, എന്തെങ്കിലും ഒരു പണിക്കുന്ന അത് ചെയ്യും, അതിനിടയ്ക്ക് വേറെ പണികൾക്ക് പോവല്ലേ എന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം അതൊക്കെ വെച്ചു. ഇത് ഈ പീസിൽ വെക്കുന്ന പരിപാടി പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അത്ര ഹെൽത്തി ഒന്നും എല്ലാം തോന്നുന്നുണ്ട്. അതിങ്ങനെ മേടിച്ചപ്പോൾ തൊട്ട് ഒരേ നിപ്പ്, അങ്ങോട്ട് വളർച്ചയില്ലാത്ത പോലെ. എന്താ സംഭവം എന്ന് പറഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം. ഇനി വെയിലത്ത് കുറച്ച് നാളത് നല്ല വെയിലത്തിരിക്കായിരുന്നു. ഇനി അതിൻ്റെ ആണോ അത് പീസിലേക്ക് നല്ല തണൽ വേണ്ടേ. അപ്പോൾ കുറച്ചത് വെയിലത്തൊക്കെ ഇരുന്നായിരുന്നു. ഇനി അതിൻ്റെ ആണോന്ന് അറിയത്തില്ല. അപ്പം ഇതിപ്പോൾ എന്തായാലും ഇനി വരാന്തിലോട്ട് വയ്ക്കാൻ പോലെ. അപ്പം നന്നാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് പിടിച്ച് കിട്ടിയിട്ട് പിന്നെ വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കണം. അങ്ങനെ ഇതാ 4 പോട്ടിലും പീസിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്.
ഞാൻ അന്ന് വൈറ്റ് പോട്ടിൽ വെച്ചിരുന്ന കുറേ അഗ്ലോണിമയും കലാത്തിയുടെ വെറൈറ്റി ഒക്കെ കുറേ ഒരു 4-5 എണ്ണമൊക്കെ നാശമായി പോയി, കുറേ ചീഞ്ഞു പോയി. ഒന്ന് പിടിച്ചിട്ടും പിന്നെ അതങ്ങ് ചീഞ്ഞു പോകും. അപ്പം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അത് മാറ്റിയിട്ടത് അങ്ങനെ അതിലെ പ്ലാന്റ്സ് എല്ലാം പോയി. 1-2 പ്ലാന്റ്സ് ഒക്കെ ഉള്ളു. അപ്പം അതിൽ ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ തൽക്കാലത്തേക്ക് ആ ഒരു പോട്ടിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെടുത്ത് ഈ ഒരു വൈറ്റ് പോട്ടിലോട്ട് ആക്കി വെച്ചു. അപ്പോൾ നല്ല വിഷമമായിട്ടോ, കാരണം അഗ്ലോണിയമൊക്കെ നാശമായി പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറേ ആഗ്രഹിച്ച് അനിയനാണ് അതൊക്കെ വാങ്ങിച്ചിട്ടോ അഗ്ലോണിമ വെറൈറ്റി ഒക്കെ ഒരിക്കൽ. പക്ഷെ അതെന്തോ ഒന്നും പിടിച്ചു കിട്ടിയില്ല, ചീഞ്ഞു പോവാണ് ചെയ്തത്. എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ അതിൽ വേറെ 1-2 പ്ലാന്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്ത പരിപാടി ഇതാ നമ്മുടെ ഈ പീസ് ലില്ലി വെക്കലാണ്. നമ്മുടെ വേറെ വെറൈറ്റി, ഒരു വലിയ വെറൈറ്റി പീസ് ലില്ലി ആയിരുന്നു. അതിനകത്തൊരു കുഞ്ഞൊരു പീസ് ലില്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് വേറെ പോട്ടിലോട്ട് വെക്കണം. അതിങ്ങനെ സ്പേസ് ഇല്ലാണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി വേറെ പോട്ടിലാക്കി വെക്കണം. അതായിരുന്നു അടുത്തൊരു പരിപാടി. സത്യം പറഞ്ഞാൽ തളർന്നു കേട്ടോ. രാവിലെ മുതലേ റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. രാവിലെ അമ്പലത്തിൽ പോക്കും കാര്യങ്ങളും. ഇങ്ങനെ പോട്ടൊക്കെ വാങ്ങി ഇതാ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായി. ഉച്ചയ്ക്ക് ഇതാ ഫുഡ് കഴിച്ചിട്ട് അപ്പം ഇരുന്നതാണ് ഈ ഒരു പരിപാടിക്ക്. പിന്നെ അങ്ങോട്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. വേഗം എല്ലാം ചെയ്ത് അവസാനിപ്പിച്ചു. കാരണം വൈകി തുടങ്ങി, സന്ധ്യ ആവാറായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങിലേക്ക് നിൽക്കുമ്പം വല്യമ്മയുടെ മോൻ വന്നു, സനല്. അപ്പോൾ അവൻ്റെ പാപ്പൻ്റെ വീട്ടിൽ നിന്ന് വരുമായിരുന്നു, കുറേ ചെടികളും ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ആയിട്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ പറഞ്ഞു, കാരണത്ത് കുറേ ചെടികളുണ്ട്, നീ എടുത്തോളാൻ പറഞ്ഞു ആവശ്യമുള്ളതൊക്കെ. അപ്പം ഞാൻ ആ ചെടികളെല്ലാം ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറക്കി. അതിലേറ്റവും സന്തോഷം ഈ ഒരു അരീക്ക പാം പ്ലാന്റ് കിട്ടിയതാണ്. കാരണം ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ച് എൻ്റെ ഒരു ശ്രദ്ധ കൂടുതൽ കാരണം അതങ്ങോട്ട് നശിച്ചുപോയി. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോഴും പറയാം അത് കിട്ടുകയാണെങ്കിൽ എപ്പോഴും നഴ്സറിയിൽ പോകുമ്പോൾ അത് വാങ്ങണമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അത് കിട്ടിയപ്പോൾ, അത് ഇത്രയും വലുത്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിലിരുന്ന് ഇങ്ങനെ വലുതായിട്ട് ആ ഗ്രോ ബാഗൊക്കെ ഞാൻ വലിച്ചിടാൻ കുറച്ച് പ്രയാസപ്പെട്ടു. അത് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് വെക്കുന്നത്. ഇത് അടുത്ത ദിവസം അടുത്താണ് കേട്ടോ. കാരണം ഞാൻ അരിക്കപ്പാൻ വെച്ച വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് പോട്ടിൽ വെക്കുന്നേക്കാൾ നല്ലത് നിലത്ത് വെക്കുന്നതാണെന്ന്. അപ്പം ഞാൻ പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല. അടുത്ത ദിവസം തന്നെ അതെടുത്ത് ഞാൻ പോട്ടിൽ നിന്ന് എടുത്തത് ആ മണ്ണിൽ വെച്ചു. അവിടെ നിന്നിരുന്ന സ്പൈഡർ പ്ലാന്റ് ആയിരുന്നു, അതെടുത്ത് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി. കാരണം അവിടെ യുജിനെ നിൽക്കുന്നുണ്ട്, അവിടെ വെക്കാൻ വേറെ സ്പേസ് ഇല്ല നമുക്ക്. ഇപ്പുറത്തെ ഒരു സൈഡിൽ ഗ്യാസ് ലൈൻ പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെ ചെടികളൊന്നും കുഴിയെടുത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്പൈഡർ പ്ലാന്റ് മാറ്റിയിട്ട് അവിടെ ഞാൻ അരിക്കപ്പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ കമൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ ചെയ്തതാണ്. എനിക്കും തോന്നിയിരുന്നത് മണ്ണിൽ വെക്കാൻ ഒരു സ്പേസ്, നിലത്ത് വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ വെക്കായിരുന്നു. അങ്ങനെ സ്ഥലമൊക്കെ കണ്ടെത്തി ഞാൻ അതിനെടുത്ത് നിലത്ത് വെച്ചിട്ടുണ്ട്. പിടിച്ച് കിട്ടുമെന്ന് എനിക്കൊരു സംശയമുണ്ട്, കാരണം ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട് അതൊക്കെ. അപ്പോൾ റൂട്ടി ഹോർമോണൊക്കെ വെച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത്. പിടിച്ചു കിട്ടിയ ഭാഗ്യം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതിയ ഗാർഡൻ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.